പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ച് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ബിൽ അവതരിപ്പിച്ച ശേഷം സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനാണ് ആലോചന. അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ഒഴിവാക്കുകയും ചെയ്ത അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്നു തന്നെ ബിൽ അവതരിപ്പിക്കാനാണ് ബി.ജെ.പി നീക്കം. എം.പിമാർ നിർബന്ധമായും ഹാജരാകണമെന്ന വിപ്പ് ബി.ജെ.പി നൽകിയിട്ടുണ്ട്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാവും 129ാം ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കുക. ശേഷം ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടും. ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയം നടത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലാണിത്. ഭരണഘടനയിൽ 82A ആർട്ടിക്കിൾ കൂട്ടിച്ചേർക്കുകയും സഭാ കാലാവധി സംബന്ധിച്ച അടക്കം 4 ആർട്ടിക്കിളുകളിൽ ഭേദഗതി വരുത്തുകയും വേണം. ഭരണഘടനാ ഭേദഗതിയായതിനാൽ ബിൽ പാസ്സാവാൻ ഇരുസഭകളിലും 3/2 ഭൂരിപക്ഷം വേണം. നിലവിൽ അതില്ലാത്ത സർക്കാർ ഇപ്പോൾ ഇത് അവതരിപ്പിക്കുന്നത് മറ്റു വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്ന് കോൺഗ്രസ് എം.പി പ്രമോദ് तिवारी ആരോപിച്ചു. महत्वपूर्ण विधेयक जो परिवर्तन के लिए लाना चाहते हैं, इस सरकार अपनी तानाशाही से बाज नहीं आ रही. उसे पहले सर्वदलीय बैठक बुला के इस पर चर्चा करनी चाहिए थी. और ऐसे भी आज है 1 इलेक्शन 1 नेशन, फिर होगा 1 नेशन 1 पार्टी और फिर होगा 1 नेशन 1 लीडर. तो जो मंसूबे हैं उनको हम कभी पूरे नहीं होने देंगे. संविधान में संशोधन करना पड़ेगा. कहां से लाएंगे 2/3 बहुमत? तो ये तो एक सिगुफेबाजी है. ये लाके किसी के हवाले कर देंगे. चर्चा चलती रहे, लोगों का ध्यान महंगाई, बेरोजगारी, देश में मणिपुर की समस्या, अडानी की समस्या से लोगों का ध्यान खींचता रहे. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും ബിൽ പാസാക്കാൻ അനുവദിക്കില്ലെന്നുമുള്ള നിലപാടിലാണ് പ്രതിപക്ഷം. എന്നാൽ ഭാരിച്ച തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനും രാജ്യവികസനത്തിനും സഹായിക്കുന്ന നിയമമെന്ന് ബി.ജെ.പി നേതാവ് അശോക് ചവാൻ പ്രതികരിച്ചു. देखिए, सरकार ने यह फैसला मोदी जी ने के नेतृत्व में किया है और बिल्कुल सही है. देश में जो चुनाव हो रहे हैं वो पूरे 5 साल जब चुनाव चलते हैं तब कोड ऑफ कंडक्ट लगता है, पैसा भी अधिक से लगता है. और ठीक है, राजनीतिक हालात हर स्टेट में अलग हो सकते हैं. सवाल ये है कि 1 नेशन 1 इलेक्शन हो जाएगा तो काम करने में उसकी बहुत ही उसमें फायदा होगा, पैसे की बचत भी होगी और मैं समझता हूँ देश के हित में होगा. പൊളിറ്റിക്കൽ ഡെസ്ക് ന്യൂസ് 18. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനു ഭരത്, രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 2029 മുതൽ നിയമം നടപ്പിൽ വരുത്തണം എന്നാണ് ശുപാർശ. നമുക്കറിയാം, സർക്കാരിന് മുൻപിൽ ഒരുപാട് കടമ്പകളുണ്ട്. ബില്ല് അവതരിപ്പിക്കുന്നതിനപ്പുറം അത് നിയമമാകണം. അത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 2029 നടപ്പിലാകണം. നമുക്കറിയാം, കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും അങ്ങനെ നടപ്പിലായാൽ സർക്കാരുകൾക്ക് അല്പായുസായിരിക്കും. കേരളത്തിൽ 3 വർഷം മാത്രമാണ് അങ്ങനെ വന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കാലാവധി കിട്ടുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവിടെ ഉണ്ട് താനും. സർക്കാരിന്റെ മുന്നിൽ അങ്ങനെ അത്ര എളുപ്പമാണോ ഈ ബിൽ നിയമമാക്കുക എന്നുള്ളത്? സർക്കാരിന് മുന്നിൽ ഉള്ള പ്രധാന വെല്ലുവിളി അംഗസംഖ്യയുടെ കാര്യത്തിലാണ്. കാരണം ഇപ്പോൾ ലോക്സഭയിൽ നിലവിൽ 542 അംഗങ്ങളാണുള്ളത്. മൊത്തം അംഗസംഖ്യ 543 ആണെങ്കിലും ഒരു സീറ്റ് വേക്കൻ്റായി കിടക്കുന്ന സാഹചര്യത്തിൽ 542 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ബി.ജെ.പി അതുപോലെ തന്നെ NDA മുന്നണിയുടെ മൊത്തം അംഗസംഖ്യ 293 ആണ്. ഇന്ത്യ സഖ്യത്തിന് 238 അംഗബലമുണ്ട്. സ്വാഭാവികമായും മറ്റുള്ളവർ 11 ഈ ഘട്ടത്തിൽ 2/3 ഭൂരിപക്ഷത്തോടെ ബില്ല് പാസ്സാക്കുക NDA മുന്നണിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരുടെ സഹായമില്ലാതെ സാധ്യമാകില്ല. YSR കോൺഗ്രസ് പാർട്ടി അനുകൂല നിലപാടാണ്, BJDക്ക് അനുകൂല നിലപാടാണ്, ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം ADMKയ്ക്കും അനുകൂല നിലപാടാണെന്നാണ് മനസ്സിലായത്. സ്വാഭാവികമായി ഇവരുടെ പിന്തുണയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. മറ്റുള്ള ആളുകളുടെ കൂടി പിന്തുണ ഉറപ്പാക്കിയതിന് ശേഷം ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്കായിരിക്കും BJP നീങ്ങുക. സ്വാഭാവികമായും അതിനുവേണ്ടി ആദ്യം ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് വിടും. പിന്നീട് കൂടുതൽ നിർദ്ദേശങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബില്ല് അവതരിപ്പിക്കുകയും അത് പാസ്സാക്കിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യാം എന്നാണ് BJP കരുതുന്നത്. രാജ്യസഭയിലും സമാനമായ ഒരു പ്രതിസന്ധി BJPക്ക് മുന്നിലുണ്ട്. അവിടെ 245 അംഗ രാജ്യസഭയിൽ നിലവിലെ അംഗബലം 231 അതിൽ അവിടെ 3/2 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 254 അംഗങ്ങളുടെ പിന്തുണ വേണം. അതിൽ NDAക്ക്
14 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഇന്ത്യ സഖ്യത്തിന് 86 അംഗങ്ങളുടെ പിന്തുണയും അത് കൂടാതെ 25 മറ്റുള്ളവരും 9 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാജ്യസഭയിലുള്ളത്. അപ്പോൾ ഈ രണ്ടിടത്തും BJPക്ക് ഈ ഭേദഗതിക്ക് ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ ഭൂരിപക്ഷം ഇല്ല. അതേസമയം ഈ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള നിയമ ഭേദഗതിക്ക് കേവല ഭൂരിപക്ഷം മതി. അത് വേണമെങ്കിൽ പാസ്സാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായി 2 ബില്ലുകൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്നത് പാർലമെന്റിലേക്ക് വരുന്നു, അതിൽ ലോക്സഭയിലേക്ക് വരുന്നു. ലോക്സഭ ഈ വിഷയം എങ്ങനെ എന്ത് നിലപാടെടുക്കും എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആർട്ടിക്കിൾ 82 ഒരു എ കൂട്ടിച്ചേർക്കേണ്ടി വരും. 83, 172, 324 എന്നീ ആർട്ടിക്കിളുകൾ ഭരണഘടനയുടെ ഈ വകുപ്പുകൾ ഭേദഗതി ചെയ്യേണ്ടി വരും. ഇത് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകളാണ് ഈ 82A എന്ന തരത്തിൽ എഴുതി ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇരു സഭകളിൽ, അതായത് ലോക്സഭയിലെയും നിയമസഭയിലെയും തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്നതിനെ സംബന്ധിക്കുന്ന ഒരു ഭേദഗതിയാണ് ആർട്ടിക്കിൾ 82A കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം 83 എന്നത് പാർലമെന്റിന്റെ കാലാവധിയുമായി ബന്ധപ്പെട്ട നിയമമാണ്. 172, 324 എന്നീ വകുപ്പുകൾ കൂടി ഭേദഗതി ചെയ്യണം. അത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റിന്റെ അധികാരങ്ങളെ സംബന്ധിക്കുന്നതും അതുപോലെ തന്നെ MP-മാരുടെ അധികാരങ്ങളെ സംബന്ധിക്കുന്നതുമായ ഈ നിയമങ്ങൾ കൂടി ഭേദഗതി ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. മനു, നമ്മൾ മനസ്സിലാക്കുന്നത് 8 പേജുള്ള ബില്ലാണ് MP-മാർക്ക് നേരത്തെ വിതരണം ചെയ്തിരുന്നു. 2 ബില്ലുകളായാണ് അവതരിപ്പിക്കുക.